നമസ്കാരം. ഇന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്, മാർജിനലിസ്റ്റ് സ്കൂൾ. ഇന്നത്തെ പല സാമ്പത്തിക ആശയങ്ങൾക്കും അടിത്തറ പാകിയ ഒരു വിപ്ലവമായിരുന്നു ഇത്. പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്കിത് വിശദമായി പഠിക്കാം. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തുനിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കും. ഹലോ വിദ്യാർത്ഥികളെ, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ യൂണിറ്റിന്റെ നോട്ടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വായിച്ചിട്ട് ഈ ക്ലാസ് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനും പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ യൂണിറ്റ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഓർഡറിലാണ്. എന്നാണ് മാർജിനൽ വിപ്ലവം എന്ന് തുടങ്ങി അതിന് കാരണക്കാരായ ആളുകളെയും അവരുടെ ആശയങ്ങളെയും പറ്റി പഠിച്ച് അവസാനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഗ്രഹം. ഈ ഒരു ക്രമത്തിൽ പോകുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്താണ് ഈ മാർജിനൽ വിപ്ലവം? ഇത് സാമ്പത്തിക ചിന്തയുടെ ഗതി തന്നെ മാറ്റിയൊരു വലിയൊരു ഷിഫ്റ്റായിരുന്നു. ഒരു വസ്തുവിന്റെ മൂല്യം അതിന്റെ ഉൽപ്പാദന ചെലവാണ് എന്ന ചിന്തയിൽ നിന്ന് മാറി അതുപയോഗിക്കുന്നയാൾക്ക് കിട്ടുന്ന സന്തോഷമാണ് പ്രധാനം എന്നതിലേക്ക് ഫോക്കസ് മാറിയതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വിപ്ലവത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു യൂട്ടിലിറ്റി എന്ന ആശയമാണ്. മലയാളത്തിൽ ഉപയുക്തത എന്ന് പറയും. സിംപിളായി പറഞ്ഞാൽ, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി. ഒരു ഉദാഹരണം പറയാം. നല്ല വിശപ്പുള്ളപ്പോൾ നമ്മളൊരു പിസ്സ കഴിക്കുകയാണെന്ന് വെക്കുക. അതിന്റെ ആദ്യത്തെ കഷ്ണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് യൂട്ടിലിറ്റി. ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയോഗിത? നമ്മൾ ആ പിസ്സയുടെ രണ്ടാമത്തെ കഷ്ണം കഴിക്കുമ്പോൾ ആദ്യത്തേതിന്റെ അത്രയും സംതൃപ്തി കിട്ടുമോ? സാധ്യതയില്ല. മൂന്നാമത്തെ കഷ്ണം കഴിക്കുമ്പോഴോ സംതൃപ്തി പിന്നെയും കുറയും. ഇങ്ങനെ നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന ആ അധിക സംതൃപ്തി കുറഞ്ഞു വരുന്നതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ആശയമാണ് മാർജിനലിസ്റ്റ് ചിന്തയുടെ അടിത്തറ. അപ്പോൾ ഇതാണ് ആ വിപ്ലവകരമായ മാറ്റം. ആദം സ്മിത്ത്, കാൾ മാർക്സ് തുടങ്ങിയ ക്ലാസിക്കൽ ചിന്തകർ പറഞ്ഞത് ഒരു വസ്തുവിന്റെ വില അതുണ്ടാക്കാൻ വരുന്ന ചെലവിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ്. അതൊരു ഒബ്ജക്റ്റീവ് കാര്യമാണ്. എന്നാൽ മാർജിനലിസ്റ്റുകൾ വന്നു പറഞ്ഞു, അല്ല, വില എന്നത് സബ്ജക്റ്റീവാണ്. അത് വാങ്ങുന്ന ആൾക്ക് അതിൽ നിന്ന് എത്രത്തോളം സംതൃപ്തി കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ഒരു പോയിന്റ് മറക്കരുത്. നിങ്ങളുടെ എസ്സേ ചോദ്യമായ Q36ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഈ ഒരു ചിന്താപരമായ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. അതിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. 1870കളിൽ ജെവോൺസ്, മെഞ്ചർ, വാൾറാസ് എന്നിവർ ഇതിന് തുടക്കമിട്ടു. പിന്നീട് 1890കളിൽ ഈ ആശയം കൂടുതൽ വികസിപ്പിച്ചു. ഒടുവിൽ 1930കളിലും 40കളിലും ഹിഗ്സും സാമുൽസണും ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്നത്തെ രൂപത്തിലാക്കി. സാധാരണ മാർജിനൽ വിപ്ലവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ജെവോൺസ്, മെഞ്ചർ, വാൽറസ് എന്നിവരുടെ പേരുകളാണ് കേൾക്കാറ്. എന്നാൽ അതിന്റെയൊക്കെ ആശയപരമായ അടിത്തറ പാകിയത് ഹെർമൻ ഹെൻറിച്ച് ഗോസൻ എന്ന അധികം അറിയപ്പെടാത്ത ഒരു ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്താണെന്ന് നോക്കാം. മാർജിനലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗോസന്റെ ഈ 3 നിയമങ്ങളാണ്. ഒന്നാമത്തെ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞ കുറഞ്ഞുവരുന്ന മാർജിനൽ യൂട്ടിലിറ്റി തന്നെ. രണ്ടാമത്തെ നിയമം, അതായത് എക്വേ മാർജിനൽ പ്രിൻസിപ്പിൾ, പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് പരമാവധി സംതൃപ്തി കിട്ടാൻ വേണ്ടി നമ്മൾ സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കൂട്ടുമെന്നാണ്. മൂന്നാമത്തെ നിയമം വളരെ ലളിതമാണ്. ഒരു സാധനത്തിന് ആവശ്യക്കാരെക്കാൾ കുറഞ്ഞ അളവിലേ ഉള്ളുവെങ്കിൽ, അതായത് ദൗർലഭ്യം അഥവാ സ്കാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മൂല്യമുണ്ടാവുകയുള്ളൂ. ശരി, ഇനി നമുക്ക് മാർജിനലിസ്റ്റ് ത്രയത്തിലെ ആദ്യത്തെ പ്രധാനി കാൾ മെഞ്ചറിലേക്ക് വരാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താധാരയായ ഓസ്ട്രിയൻ സ്കൂളിന്റെ സ്ഥാപകനാണിദ്ദേഹം. മെഞ്ചറുടെ അഭിപ്രായത്തിൽ വെറുതെ കാണുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു ഗുഡ് അഥവാ സാധനം എന്ന് വിളിക്കാൻ പറ്റില്ല. അതിന് ഈ 4 കണ്ടീഷൻസ് പാലിക്കണം. അതിനൊരു ആവശ്യം നിറവേറ്റാൻ കഴിയണം, അതിനുള്ള കഴിവുണ്ടാവണം, ആ കഴിവിനെപ്പറ്റി നമുക്ക് ബോധ്യം വേണം, പിന്നെ അത് ഉപയോഗിക്കാനുള്ള നിയന്ത്രണം നമ്മുടെ കയ്യിലുണ്ടാവണം. അതോടൊപ്പം അദ്ദേഹം സാധനങ്ങളെ 2ആയി തരംതിരിച്ചു. നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഉദാഹരണത്തിന് ബ്രെഡ്, അതിനെ അദ്ദേഹം 1ാം നിര സാധനങ്ങൾ എന്ന് വിളിച്ചു. ഇനി ആ ബ്രെഡുണ്ടാക്കാൻ വേണ്ട മൈദ, ഓവൻ, മെഷീനുകൾ എന്നിവയെ ഉയർന്ന നിര സാധനങ്ങളെന്നും തരംതിരിച്ചു. ഇവിടെയാണ് മെഞ്ചറുടെ ഏറ്റവും വിപ്ലവകരമായ ആശയം വരുന്നത്, തിയറി ഓഫ് ഇംപ്യൂട്ടേഷൻ. ക്ലാസിക്കൽ ചിന്തകൾ പറഞ്ഞത് മൈദയുടെ വിലയാണ് ബ്രെഡിന്റെ വില തീരുമാനിക്കുന്നത് എന്നാണല്ലോ. മെഞ്ചർ അത് തലകീഴായി മറിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞു,
ആളുകൾ ബ്രെഡ് വാങ്ങാൻ തയ്യാറുള്ളതുകൊണ്ടാണ്, ബ്രെഡിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈദയ്ക്കും ഓവനും തൊഴിലാളികൾക്കും വിലയുണ്ടാകുന്നത്. അതായത് മൂല്യം ഉപഭോക്താവിൽ നിന്ന് തുടങ്ങി പുറകിലേക്ക് ഉൽപ്പാദകനിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഒരു ക്ലാസിക് ചോദ്യമുണ്ട്, വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. ജീവൻ നിലനിർത്താൻ വെള്ളം കൂടിയേ തീരൂ, എന്നിട്ടും അതിന് കാര്യമായ വിലയില്ല. വജ്രം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, പക്ഷേ അതിന് ലക്ഷങ്ങളാണ് വില. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉത്തരം കിട്ടുന്നുണ്ടോന്ന്. ഉത്തരം നമ്മൾ നേരത്തെ പഠിച്ച ആശയത്തിൽ തന്നെയുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി. വെള്ളം നമുക്ക് ധാരാളമായി ലഭ്യമാണ്, അല്ലേ? അതുകൊണ്ട് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൂടി കിട്ടുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അധിക സന്തോഷം അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി വളരെ കുറവാണ്. എന്നാൽ വജ്രമോ? അത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഒരെണ്ണം കൂടി കിട്ടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോ ഒരു വസ്തുവിന്റെ മൂല്യം തീരുമാനിക്കുന്നത് അതിന്റെ മൊത്തം ഉപയോഗമല്ല, മറിച്ച് സീമാന്ത ഉപയോഗമാണ്. മെൻഷറുടെ മറ്റ് പ്രധാന സംഭാവനകൾ നോക്കാം. ഡിമാൻഡ് നിയമത്തിന് അടിത്തറ പാകിയത് അദ്ദേഹമാണ്. അതോടൊപ്പം കാൾ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തത്തെയും അദ്ദേഹം എതിർത്തു. ഒരു മുതലാളി തൊഴിലാളികളെ ചൂഷണം ചെയ്ത് മിച്ചം ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഓരോ ഉൽപ്പാദന ഘടകത്തിനും അതിന്റെ സംഭാവനയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നു എന്നാണ് മെൻഷർ വാദിച്ചത്. പണം പോലുള്ള സ്ഥാപനങ്ങൾ ആരും ബോധപൂർവം ഉണ്ടാക്കിയതല്ല, മറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്വാഭാവികമായി രൂപപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷയ്ക്ക് മാർക്സും മെൻഷറും തമ്മിലുള്ള ഈ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. ശരി, ഇനി മാർജിനലിസ്റ്റ് ത്രയത്തിലെ അവസാനത്തെ രണ്ടുപേർ വില്യം സ്റ്റാൻലി ജെവോൺസും ലിയോൺ വാൾറാസും. സാമ്പത്തിക ശാസ്ത്രത്തെ കൂടുതൽ ഗണിതശാസ്ത്രപരമാക്കിയത് ഇവരാണ്. ജെവോൺസിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എക്കണോമിക്സിനെ ഒരു മാത്തമാറ്റിക്കൽ സയൻസാക്കി മാറ്റുക എന്നതായിരുന്നു. ഒരാള് എത്ര മണിക്കൂർ അധ്വാനിച്ചു എന്ന് നോക്കി ഒരു സാധനത്തിന് വിലയിടാൻ പറ്റില്ലെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. കാരണം അധ്വാനത്തിന്റെ വേദന ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, അത് സബ്ജക്റ്റീവാണ്. അതോടൊപ്പം ബ്രിട്ടനിലെ കൽക്കരി ശേഖരം തീർന്നാൽ അതവിടുത്തെ വ്യവസായത്തെ തകർക്കുമെന്ന് അദ്ദേഹം 1865 തന്നെ പ്രവചിച്ചിരുന്നു. ഇനി ലിയോൺ വാൾറസ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ജനറൽ ഇക്വിലിബ്രിയം തിയറിയുടെ പിതാവ് എന്ന പേരിലാണ്. ഒരു സമ്പദ്വ്യവസ്ഥയിലെ ഒരു മാർക്കറ്റിൽ ഒരു മാറ്റമുണ്ടായാൽ അത് മറ്റെല്ലാ മാർക്കറ്റുകളെയും എങ്ങനെ ബാധിക്കുമെന്നും ഒടുവിൽ ഈ സമ്പദ്വ്യവസ്ഥ മൊത്തത്തിൽ എങ്ങനെ ഒരു പുതിയ ബാലൻസിലേക്ക് എത്തുമെന്നും ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച ആദ്യ വ്യക്തിയാണ് വാൾറസ്. ഇത് ഒരു സമ്പദ്വ്യവസ്ഥയുടെ വലിയ ചിത്രം നൽകുന്നൊരു മോഡലായിരുന്നു. ജനറൽ ഇക്വിലിബ്രിയം തിയറി കൂടാതെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള ഒരു മാക്രോ എക്കണോമിക് മോഡലും അദ്ദേഹം വികസിപ്പിച്ചു. അതോടൊപ്പം സ്വതന്ത്ര മത്സരം നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് സിസ്റ്റം സമൂഹത്തിലെ വിഭവങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുമെന്നും അതുവഴി സമൂഹത്തിനു മൊത്തത്തിൽ ഏറ്റവും നല്ല ഫലം കിട്ടുമെന്നും അദ്ദേഹം വാദിച്ചു. ഇതാണ് പിന്നീട് വെൽഫെയർ എക്കണോമിക്സ് എന്ന ശാഖയുടെ ഒരു പ്രധാന ആശയമായി മാറിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും വേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ ഓർത്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ യൂണിറ്റിന്റെ കാതൽ. ഒന്നാമത്തെ പോയിന്റ്, മൂല്യം എന്നത് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവാണ്. അത് മാർജിനൽ യൂട്ടിലിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. 2, ഗോസിന്റെ 3 നിയമങ്ങൾ മറക്കരുത്. 3, മാർജിനലിസ്റ്റ് ത്രയമായ മെൻജർ, ജെവോൺസ്, വാൾറാസ് എന്നിവരുടെ പ്രധാന സംഭാവനകൾ. അവസാനമായി ക്ലാസിക്കൽ ചിന്തയിൽ നിന്ന് മാർജിനലിസ്റ്റ് ചിന്തയിലേക്കുള്ള ഈ മാറ്റം തന്നെയാണ് മാർജിനൽ വിപ്ലവം. ഈ പോയിന്റുകൾ ഓർത്തുവെച്ചാൽ നിങ്ങൾക്ക് ഏത് ചോദ്യവും അനായാസം കൈകാര്യം ചെയ്യാം. പോകുന്നതിനു മുൻപ് ഒരവസാനത്തെ ചോദ്യം. 19ാം നൂറ്റാണ്ടിലെ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന ആശയം നമുക്ക് മുന്നിൽ യൂട്യൂബും നെറ്റ്ഫ്ലിക്സുമൊക്കെയായി എണ്ണിയാലൊടുങ്ങാത്ത വിനോദോപാധികളുള്ള ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ പ്രസക്തമാകുന്നു? ഒരു വീഡിയോ കൂടി കാണുമ്പോഴോ ഇൻസ്റ്റഗ്രാമിൽ ഒന്നുകൂടി സ്ക്രോൾ ചെയ്യുമ്പോഴോ നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.